നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു വൈനാണ് തയ്യാറാക്കുന്നത്, ശംഖുപുഷ്പം വൈൻ. അപ്പോൾ അത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ കുപ്പിയിലാണ് ഞാൻ ഇടുന്നത്. വേനൽക്കാലം ആകുമ്പോൾ ശംഖുപുഷ്പമൊക്കെ കുറച്ചുണ്ടാവുള്ളൂ, നല്ലോണം നനച്ചാലുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ആദ്യം നല്ലോണം ഉള്ള സമയത്ത് ഞാൻ അധികം കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ള കാരണം കുറച്ചെടുത്തിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി. അത് കാരണമാണ് ഇപ്പോൾ കുറച്ചുള്ളപ്പോൾ വീഡിയോ ചെയ്തിട്ട് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ചെറിയ കുപ്പിയിലിട്ട് ആക്കാം. അപ്പോൾ ഈ ശംഖുപുഷ്പം എടുക്കുക. അതുപോലെ തന്നെ 3 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, ഗ്രാമ്പൂ ഒരു 2-3 എണ്ണം, ഒരു വറ്റൽമുളകും, ഒരു പകുതി മതി വറ്റൽമുളക്, ഇത് കുറച്ചുള്ള കാരണം. പിന്നെ അതുപോലെ സൂചി ഗോതമ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ, പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ. തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ഒരു കുപ്പി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശംഖുപുഷ്പം അതിടാം. അത് കഴിഞ്ഞിട്ട് ഒരു വറ്റൽമുളകിൻ്റെ പകുതി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ സൂചി ഗോതമ്പ്, അതുപോലെ മസാലകൾ ചേർക്കണം. പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ, നമ്മൾ നേരത്തെ വെച്ച മസാലകൾ ചേർക്കാം. അതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം. ഇതിനിപ്പോൾ ഇതേ ഇത്ര മതി, 3/4 കുപ്പിയായിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിങ്ങനെ ഈസ്റ്റ് ഇട്ടിട്ട് വർക്കൗട്ട് ആകുമ്പോൾ അതിങ്ങനെ പതഞ്ഞു പോവും. പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കണുള്ളൂ. ഈസ്റ്റ് ഇത് എത്ര കാർക്കിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. മരക്കയിലുണ്ടല്ലോ, മരക്കയിൽ കഴുകി ഇതുപോലെ ഉണങ്ങി മരക്കയിൽ അത് നമുക്ക് ഇത് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി നിൽക്കാം. ഈ ശംഖുപുഷ്പത്തും പൂവിൻ്റെ ബ്ലൂ കളർ ഈ വെള്ളത്തേക്ക് ഇങ്ങനെ ഇറങ്ങുള്ളൂ. അപ്പോൾ പഞ്ചസാര ഈസ്റ്റും കൂടി യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കണത്. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയാലും ചെറുത്, അതിൽ ഭരണിയിൽ വേണമെങ്കിൽ കെട്ടാൻ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കണം. പിന്നെ ചെറുനാരങ്ങ നീര് ഒരിക്കലും ഇതിലേക്ക് ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം വരും, ബ്ലൂ കളർ മാറും. അപ്പോൾ ഇതിങ്ങനെ യോജിപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 2 പാത്രത്തിൽ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതാണ് ഞാൻ ഈ ചെറിയ കുപ്പിയിലത്തെ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി വരണം. ഇളം ചൂടുള്ള വെള്ളമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ നമുക്ക് കാണാം അതിൻ്റെ ബ്ലൂ കളറ് ഈ കുപ്പിയിലേക്ക് ഇറങ്ങണത്. ഇതിപ്പോൾ വൈൻ കെട്ടാൻ വേണ്ടിയിട്ട് തീരെ ചൂടില്ലാത്ത വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. അത് കാരണം ആ ഒരു കളർ പെട്ടെന്ന് ഇറങ്ങില്ല, ക്രമേണ ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ 21 ദിവസം ഇങ്ങനെ കെട്ടി വെക്കണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ മൂടിയൊന്ന് ടൈറ്റ് ആവാണ്ട് ഇങ്ങനെ വെച്ചാലും മതി. 21 ദിവസം വെച്ചിട്ട് 21 ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഒരു ദിവസം വിട്ടുപോയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും മാക്സിമം നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഇങ്ങനെ ഇളക്കണം. അതുപോലെ തന്നെ ഡാർക്കുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ വൈൻ വെക്കാനായിട്ട്. ഭരണിയിൽ കെട്ടി വയ്ക്കാൻ, ഭരണിക്കുള്ള ശംഖുപുഷ്പമൊന്നും കിട്ടാനില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ചെറിയ കുപ്പിയിൽ കെട്ടണത്. നോക്കിയറിയാം, ചെറുതായിട്ട് ബ്ലൂ കളറ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലോണം അമർത്തി അടയ്ക്കരുത്, ഒരു തിരിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വയ്ക്കാം. ഇത് നമുക്ക് ഇതുപോലെ 21 ദിവസം വെച്ചിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ വലിയ കുപ്പിയിൽ കെട്ടിയ വീഡിയോ ആണ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇടുന്നത്. ഇത് നമ്മൾ കെട്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇങ്ങനെ ഇളക്കണം. ഇതിപ്പോൾ ഇതിലേക്ക് ഉണങ്ങിയ കയ്യിലുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇങ്ങനെ ഇളക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ലോണം അമർത്താണ്ട് ഇങ്ങനെ അടയ്ക്കണം. അമർത്തി അടച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം അമർത്താണ്ട് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒരു പിരി വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. നല്ലോണം കഴുകി ഉണക്കിയ ഒരു പാത്രം എടുക്കണം. അതുപോലെ അരിപ്പി അതുപോലെ വേണം, അല്ലെങ്കിൽ ഒരു വെള്ള തുണിയായിട്ട് എടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. അപ്പം നീല ശംഖുപുഷ്പത്തിൻ്റെ വൈൻ റെഡിയാവും. അപ്പം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ മട്ട കൂറി കഴിഞ്ഞാൽ നമ്മുടെ വൈൻ നല്ല കറക്റ്റ് നീല കളർ കിട്ടും. പൂവിൻ്റെ ഇതളൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് അതിൻ്റെ നീല കളറൊക്കെ അതിലേക്ക് വൈനിക്ക് ചേർന്ന് കഴിഞ്ഞ് അത് ഇങ്ങനെ കിടക്കണം.
എന്നിട്ട് നമുക്കൊരു കുപ്പിക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ 2 ദിവസം നമ്മൾ തെളിയാനായിട്ട് വെച്ചു, ഊറ്റി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വൈൻ കണ്ടില്ലേ, ബ്ലൂ വൈൻ നല്ലോണം തെളിഞ്ഞുണ്ട്. ഇത് വളരെ റയറാണ്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്ലൂ വൈൻ റെഡി ആയിട്ടുണ്ട്. 21 ദിവസം കെട്ടി ഊറ്റിയെടുത്ത് വെച്ച് 2 ദിവസം തെളിയാൻ വെച്ചിട്ടുള്ള വൈനാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.